ഗുഡ് മോർണിംഗ്. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. ഈ വാഹനത്തിൽ കാണുന്ന ഹജാർഡ് ലൈറ്റ്, രാവിലെ നല്ല ഫോഗുള്ള സമയമായിരുന്നു. ഹജാർഡ് ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ വാഹനം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹജാർഡ് ലൈറ്റ്? ഇതിൻ്റെ ഹജാർഡ് ലൈറ്റ് മഞ്ഞുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല. മഞ്ഞുള്ള സമയത്തും മഴയുള്ള സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോഗ് ലാമ്പാണ്. ഹജാർഡ് ലൈറ്റ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? വാഹനം ഓഫ് റോഡ് ആകുന്ന സമയത്ത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വാഹനം ഏതെങ്കിലും കാരണത്താൽ കേടായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ, പഞ്ചറാകുന്ന അവസ്ഥ. ഈ അവസ്ഥയിലാണ് നമ്മൾ ഹജാർഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. കൂടാതെ നമ്മുടെ വാഹനം ഏതെങ്കിലും വാഹനത്തെ ടോച്ചൺ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തെ ഏതെങ്കിലും വാഹനം ടോച്ചൺ ചെയ്യുന്ന സമയത്തോ ആണ് ഹജാർഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. ഹജാർഡ് ലൈറ്റ് നമ്മുടെ ബാക്കിൽ വരുന്ന വാഹനത്തെ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഹജാർഡ് ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം അത് ഓഫ് ആക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഹജാർഡ് ലൈറ്റ് ഉപയോഗിച്ച് പലരും റോങ് സൈഡിൽ വളരെ സ്പീഡിൽ വരുന്നതായിട്ട് കാണാം. ഹജാർഡ് ലൈറ്റ് റോങ് സൈഡ് വരുന്നതിനുള്ള ലൈറ്റ് അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫോഗുള്ള സമയത്ത് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത്. അതിന് നമ്മുടെ വാഹനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള റിഫ്ലക്ടർ സ്റ്റിക്കർ കിട്ടും. അത് മേടിച്ച് വാഹനത്തിന് ബാക്ക് സൈഡിൽ ഒട്ടിക്കുക. അതുകൂടാതെ നീളത്തിലുള്ള റിഫ്ലക്ടർ റെഡ് കളറിലുള്ള സ്റ്റിക്കർ കിട്ടും. അത് മേടിച്ച് വാഹനത്തിന് ബാക്കിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. ബാക്കിൽ വരുന്ന വാഹനം അതിൻ്റെ ലൈറ്റ് ആ സ്റ്റിക്കറിൽ പതിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അതിലൂടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതൊന്നുമല്ല രസം. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. ആക്ട് 177 അനുസരിച്ച് ഹജാർഡ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.